കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ. അയ്യോ ഇനിയിപ്പോ പൂവ് എവിടുന്ന് കിട്ടാനാ? ഈ പരിസരത്തുള്ളതൊക്കെ എടുത്തു എന്ന് പറഞ്ഞാ പറ്റൂ? സാരമില്ല, മാവിന്റെ ഇലയാലും മതി. മുണ്ടരുത്. ചാങ്കായി ഹോങ്കോങ്. നാണിയമ്മ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇപ്പൊ ബാലേട്ടനെങ്ങാനും കേറി വന്നാലോ? ഇയാളുടെ തൊട്ട് കഴിയണില്ലല്ലോ. അതെ, ഈ കുബേരസഞ്ചി വാസ്തുപൂജയില് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പൂജാരി തങ്കപ്പ സാങ്കായിയെ പോലെ വേറെ ആരുമില്ല. എന്താ? ചാങ്കായി ഹോങ്കോങ് സ്വാഹ, ചാങ്കായി ഹോങ്കോങ് സ്വാഹ. മണിമ പിടിച്ച കളിച്ചല്ല മോനെ, ഇങ്ങോട്ടോട്ടാ. പൂജ കഴിഞ്ഞു, ഇത്രയൊക്കെ മതി. കുബേരസഞ്ചിയായ ഈ സമ്പദ്വർദ്ധന സഞ്ചി തൽക്കാലം വീടിന്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതിൽ നിക്ഷേപിക്കുക. 6 മാസം കൂടുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നത് വാങ്ങി കൈലാസത്തിന്റെ താഴ്വരയിലുള്ള കുബേരസ്വാമി കോവിലിൽ കാണിക്കയായി സമർപ്പിക്കും. കുബേരേശ്വര രക്ഷിക്കണേ. ഈ അഡ്വാൻസ് ദക്ഷിണ സ്വീകരിച്ചതോടെ കുബേര ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും കുബേരാസനത്തിൽ ഇതുപോലെ നിൽക്കുക. സൂറ നിക്കണില്ലേ? നമ്മളീ പൂജയിലില്ലാത്തതാ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. കുറച്ചു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുന്നു. എന്നാലും വീടിന്റെ പണി കഴിയും. പക്ഷിയോട് നീചകുടിയൻ എനിക്ക് പിടിതരാതെ ഇവിടെ എവിടെയോ അലഞ്ഞ നടപ്പുണ്ട്. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഞാൻ നിന്റെ തലക്കൊന്ന് തരും മന്ദേ. എന്താടി ഇത്? സിനിമാറ്റിക് ഡാൻസോ? ഇയാളാരാ? ഞാനാരാണെന്നോ? പൂജയ്ക്ക് വിഘ്നം വരുത്താതെ മാറി നിൽക്ക്. അയ്യോ ബാലേട്ടാ, ഇത് കുബേർ സഞ്ചി വാസ്തുപൂജയാ. നിങ്ങളുടെ വീടിന്റെ പണി പെട്ടെന്ന് തീരാൻ. ആഹാ, എന്നാ പിന്നെ ഈ സ്വാമിയെ കൊണ്ട് തന്നെ പാലുകാച്ചു അങ്ങ് നടത്താം. എടോ സഞ്ചി സ്വാമി, ആരെങ്കിലും വന്നേ. തന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഹോങ്കോങ്ങിൽ ഞാൻ തങ്കപ്പ ഷാങ്കായ് എന്നാണ് അറിയപ്പെടുന്നത്. ഓഹോ, എന്നാ ഷാങ്കായി സഞ്ചിക്ക് ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു? വെറും തുച്ഛമായ 2001 റുപ്പീസ് ഓൺലി. സഞ്ചിയുടെ വില മാത്രം. പൈസ എടുക്കേ. അങ്ങനെ പറയരുത്. വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും എന്റെ സഞ്ചി ഒരു ആശ്വാസമാണ്. കാണിക്കണേ. ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്താണ് ആവുണ്ടാവുമോ? പേടിക്കാനൊന്നുമില്ല. സഞ്ചി സ്വാമിക്ക് വീടിന്റെ കന്നിമൂല കാണിച്ചു കൊടുക്കാനാവും. ഇത് ഭദ്രമായി വെച്ചോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കവളപ്പാറയില എന്റെ വീട്. ആശാരി തങ്കപ്പെന്ന് ചോദിച്ചാരും കാണിച്ചു തരും. നിന്റെ ഈ സഞ്ചി ഉണ്ടല്ലോ, കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതെ കുട്ടി, ഞാൻ അങ്ങോട്ട് പോവാണ്. ബാലിനോട് പറഞ്ഞാ മതി. ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത് ഞാനാന്ന് ബാലിനോട് പറയണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല. പോയിട്ട് വരാം. കയ്യിൽ 5 പൈസ ഇല്ലാത്ത നേരത്തെ ഓരോ കോമാളികള്. ഇനി മേലാൽ ഈ വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ അതിന്റെ മുട്ടുകാലി ഞാൻ തന്നെ ഓടിക്കും. ഈ വിഗിന്റെ പാടേക്ക് കൊട്ട കാച്ചി. നിനക്ക് വിഗ് മോളെ നീച്ച കുടിക്കാൻ പുറത്തല്ലോ. വീട് പണി തുടങ്ങി അന്നോട്ട് തുടങ്ങിയതല്ലേ ഓരോരോ തടസ്സങ്ങള്. ഇതൊന്നും നല്ല രീതിയിൽ കേറി കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നാണിയമ്മ പറഞ്ഞപ്പോ ഞാൻ വരാൻ പറഞ്ഞേ ഉള്ളൂ. നീ ചിലക്കാൻ നിൽക്കാതെ അകത്തുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റിക്കോ. ദോഷം മാറ്റാൻ നടക്കണോളൂ. പൂജയും മാങ്ങാത്തൊലി. ഈശ്വരാ, എന്റെ കുബേരസഞ്ചി. ഞാൻ നിക്കണോ? നിക്കടോ. എനിക്ക് പിന്നെ അങ്ങോട്ട് പോരണ്ടേ? നല്ല കാര്യായി മോളെ. ചാമിയേട്ടാ, ഇരിക്കൂ. ഇരിക്കില്ല മോളെ, ഇതാണ് പിടിച്ചേ. ഈ വണ്ടി തന്നെ തിരിച്ചു പോണം ചേട്ടാ. അതെയോ? ബാലകുട്ടിയോ? അകത്തുണ്ട്, വിളിക്കാം. ബാലേട്ടാ, ബാലേട്ടാ. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എന്താ ചാമിയേട്ടാ, എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. പിന്നെ അമ്മ കുറച്ച് കാശെന്ന് വെച്ചാ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. കാശോ? അതെ, ഇത് വെച്ചോളൂ. അതെ, ഇനി ഞാൻ നിൽക്കില്ല. എനിക്ക് ഇതിൽ തന്നെ തിരിച്ചു പോകണം. അല്ല, ചായ കുടിച്ചിട്ട് പോവാം. ചായ ഒന്നും ഇപ്പൊ വേണ്ടെന്നേ. ഞാൻ ഓട്ടോ തന്നെ തിരിച്ചു പോവാച്ചിട്ട്. ഒരു കട്ടൻ കുടിച്ചിട്ട് പോവാന്നേ. കട്ടൻ വേണ്ടെന്ന് വേണമെങ്കിൽ ഇജ്ജ കുടിച്ചോ. ശരി, അപ്പൊ അങ്ങനെ ശരി. ഇപ്പൊ എന്തായി ബാലേട്ടാ? തടസ്സങ്ങൾ ഓരോന്നായിട്ട് നീങ്ങി വരണത് കണ്ടില്ലേ? പ്രതീക്ഷിക്കാത്ത പൈസയല്ലേ ഇപ്പൊ കയ്യിലിരിക്കടേ. പാവം സ്വാമി, 2000 രൂപ കൊടുത്താ? ആര് കൊടുത്തടി 2000 രൂപ?
അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച കാശ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു. എന്റെ ഈശ്വരാ. ഈശ്വരൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ടാടി ഈ പൈസ ഇവിടെ വന്നതും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ 2000 രൂപ പോവാതിരുന്നതും. അറിയാം നിനക്ക്? അവളുടെ ഒരു ചാമി കഴുത. അയ്യോ ബാലേട്ടാ. ആ ബാലട്ടാ ബാലട്ടാ ആ ആ ബാലട്ടാ ആ. എന്തായത് പണി തുടങ്ങണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ പ്രഹ്ലാദ. വീട്ടിൽ നിന്ന് കുറച്ച് പൈസ തന്നയച്ചിട്ടുണ്ടേ. ആദ്യം ആ കടം മേടിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കൊടുത്തു തീർത്ത ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. എത്രയുണ്ട്? 1,00,000 ഉറുപ്പ്യ ഉണ്ട്. കുറേശ്ശൊക്കെ അങ്ങോട്ട് കൊടുത്താ പിന്നെ പറഞ്ഞു നിൽക്കാലോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്തേ? കടം പിന്നെ വീട്ടിൽ കൂടെ. നിങ്ങൾ ആദ്യം കെട്ടിപ്പൊക്കെ വാർക്കാൻ നോക്ക്. ആ പൈസ ഇങ്ങോട്ട്. അല്ല പ്രഹ്ലാദ, അത് പിന്നെ അല്ല, അത് ശരിയാവില്ലടോ. നിങ്ങൾ പറയുന്നേക്ക് ആ പൈസ ഇങ്ങെടുക്ക്. അപ്പൊ നാളെ വാർപ്പ് ഒരു 10-20 പേർക്കുള്ള ഭക്ഷണം വീട്ടിൽ റെഡിയാക്കിയോ. ഓക്കെ, അപ്പൊ ശരി, സൈറ്റ് കാണാം. ഒന്ന് ഉഷാറാവൂ ബാലേട്ടാ. ഓക്കെ എന്നാ ശരി. അല്ല ആ എന്തപ്പത്? എന്ത്? എന്തിന് ഇത്ര അധികം പച്ചക്കറികള്? ഞാൻ 2 ദിവസത്തിനുള്ളത് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ ഇവിടെ വല്ല സദ്യ ഉണ്ടോ ബാലേട്ടാ? ഇവിടെ സദ്യ ഉണ്ടടേ. അതേ, നാളെ നമ്മുടെ വീടിന്റെ വാർപ്പാ. വാർപ്പോ? ഉം. ആ, ഉം. അടി വേണം. അല്ല, ഇത് അരിഞ്ഞു കുത്തിരുന്നാ മതിയോ? പോണ്ടേ? കഴിഞ്ഞി ഏതായാലും വാർപ്പ് തീർക്കാൻ തീരുമാനിച്ചത് നന്നായി. ഉം. മോളിൽ മൂടിക്കഴിഞ്ഞാൽ മഴയും വെയിലും കൊള്ളാതെ കിടക്കാലോ. ഇപ്പൊ ഞാനും അത്ര ആലോചിക്കുള്ള ചെയ്തല്ലേ. ആദ്യം വാർപ്പൊന്നാട് കഴിഞ്ഞിട്ടെ. ആ കേട്ടോ സുമിത്രേ, കടം മേടിക്കാനൊക്കെ എളുപ്പാ, തിരിച്ചടയ്ക്കാനൊന്നും ഞമ്മളെ കൊണ്ട് കഴിയൂല. ദേ ഇപ്പൊ സെയ്താലിക്ക കിടന്ന് നട്ടം തിരിയാണ്. ഇതന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ കുറച്ച് സഹായിച്ചോണ്ട്. എന്തായാലും ഇങ്ങടെ എഞ്ചിനീയർ ആളൊരു മിടുക്കനാ സുമിത്ര എടുത്തേ. ഓ, എത്ര നല്ല വർക്കുകളാന്നറിയോ മൂപ്പര് ചെയ്തിക്കണ്. ഞാനും മൂപ്പരും കൂടി ചില പ്ലാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നടന്നാ മതിയായിരുന്നു. ഈ എഞ്ചിനീയറൊക്കെ എന്തിലേക്കുള്ളതാ? എഞ്ചിനീയർ അല്ല, ഈ ഇഞ്ചി നുറുക്കിയതൊക്കെ. ഇഞ്ചി നുറുക്കിയത് പൊളിഞ്ചിയിലേക്കുള്ളതാ. ഇതുവരെ ഇട്ടില്ല അല്ലേ? അല്ലോ, ഞാനത് മറന്നു. ഇവക്ക് ഇതെന്താ പറ്റിയത്? എനിക്കറിയില്ല. കൈ പൊളിക്കണ്ടാനി. ആ സുക്കൂറെ, എന്റെ ഇന്നത്തെ ചിന്ത കഴിഞ്ഞോ? അല്ല, കഴിഞ്ഞിട്ട് പോയി 2 വച്ച് വെച്ചോ. കൊറേ ചിന്തിച്ചതല്ലേ, ക്ഷീണം ഉണ്ടാവും. ചെല്ല്, നാളെ രാവിലെ എണീറ്റ് ചിന്തിക്കാനുള്ളതല്ലേ. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഔത്തുത്തിരിക്കുമ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? എന്ത്? അല്ല, എന്തെങ്കിലും കുലുക്കറ്റോ? എന്ത് കുലുക്കം? അല്ല, എനിക്ക് ഈ ഭൂമി എന്തോ കുലുങ്ങിയ മാതിരി തോന്നി. ഈ ആവശ്യമില്ലാതെ ഓരോ ചിന്തിച്ചു കൂട്ടിയിട്ടാണ്. അല്ല, ഒരു കരുതലൊക്കെ നല്ല പാല. ഇതൊന്ന് കുലുങ്ങിയാ മതി. കടലും തോണിയൊക്കെ നമ്മള് മുറ്റത്തെത്തു കേട്ടോ. സേതാൽക്കാ നീ ചിന്തിച്ചാളി. ഈ പോയി ലേശം കിടന്നു, എനിക്ക് റെസ്റ്റ് ആവശ്യ. ബാലം വാ. എന്താണ്? അതെ, ഇതവിടെ എന്തെങ്കിലും കാണിക്കണം. ഇതൊന്നും വേണ്ടത്, പൈസ പെടണ്ട്. ഇരിക്കട്ടോ. എല്ലാ തെടുക്കും കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടൂല. കൂട്ടത്തു കൂടെ കൂട്ടാന്ന് വെച്ചോ. ശരി. ആ പിന്നെ ഞാൻ നിന്ന് ഉറക്കം വെച്ചാൽ ശരിയാവില്ല. ആമിന, പോരെ, പോവാ. ആമിനാത്താ. ദാ വരണേ. ആ